ഒരാൾ അല്ലാ എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെ, അയാളിങ്ങനെ ഇരുന്നപ്പോ പറഞ്ഞു അല്ലാ, ഒന്ന് കിടന്നപ്പോ പറഞ്ഞു അല്ലാ, നടന്നിട്ട് കുറെ നേരം കുഴങ്ങിയപ്പോ അയാളെ നാവിലൂടെ വന്നു അല്ലാ. വലിയ ദിക്റല്ലേ അത്? അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ മഹ്ശറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു, മഹ്ശറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഒരാളെ ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു. അയാളെ മനസ്സിന്റെ പേടി കൂടുതലായി, മുഖത്തിന്റെ നിറക്ക മാറിപ്പോയി. മീസാന് കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മീസാന് ഹസനാത്തിന്റെ തട്ട് കനം തൂങ്ങിക്കണ്ടാൽ ആ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല. ഹസനാത്തിന്റെ തട്ടിങ്ങനെ കനം കുറഞ്ഞ് തിന്മയുടെ തുലാസ് ഇങ്ങനെ കനം കൂടി വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം മാറുന്നു, വിഷമം കൂടി വരുന്നു, വാക്കുകൾ ലഭിക്കാതെ തപ്പിത്തടയുന്നു. അപ്പോഴതാ ഒരു അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു. വന്നിട്ട് സഹോദരങ്ങളെ, നമ്മുടെ സിം കാർഡില്ലേ, ചെറിയ സിം കാർഡ് പോലെയുള്ളൊരു ബിത്താഖ, ചെറിയ ഒരു കാർഡ് ഈ ഹസനാത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു. ഹസനാത്തിന്റെ തട്ടിലേക്ക് ഇടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയപ്പോ ഹസനാത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും കുളിരും വന്നു. അദ്ദേഹം ചോദിക്കുന്നു, ഇത് എന്താണ്? ഈ കൊണ്ടുവന്നിട്ടത് എന്താണ്? എനിക്കറിയില്ലല്ലോ. നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ഞാൻ അള്ളാഹുവിന്റെ ഒരു മലക്കാണ്. എന്ത് മലക്ക് എന്നറിയോ? ദിക്റ് ചൊല്ലുന്നത് പ്രത്യേകം മീതാൻ നിർദ്ദേശിക്കപ്പെട്ട മലക്കുകളെ കൂട്ടത്തിൽ ഒരു മലക്കാണ് ഞാന്. കൊണ്ടുവന്നിട്ട ദിക്റ് ഏതാന്നറിയുമോ? രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കുറെ കാലം നീ കിടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി, ഭക്ഷണം വാരിക്കോരി തരാൻ വേണ്ടി, വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ നിന്നെ അതാ ഒന്ന് പൊക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ചാരിയിരുത്തുമ്പോ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചുകൊണ്ട് നിന്റെ നാവിലൂടെ വന്നൊരു ദിക്റുണ്ട്, അല്ലാഹ്